കുട്ടികളെ എനിക്ക് വേറെ റിയാക്ഷൻ ഒന്നുമല്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാവൂല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ. കുട്ടികളെ വളർത്താൻ 5 കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ എടുത്തിരിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ ആക്കുന്നത്, അങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ കുട്ടികളെ വളർത്തുമ്പോൾ നമുക്കൊന്നും യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിട്ടില്ല. യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർ വളർത്തിയിട്ടില്ല കുട്ടികളെ. ഇനി യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, കാലത്തിനനുസരിച്ച് കോലം മാറണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആണെങ്കിൽ അതിനർത്ഥം കണ്ടന്റ് ഒന്നും അറിയാതെ നമ്മളൊരു ക്യാമറയും തൂക്കി പിടിച്ചിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറേ തെറിയാണ്ട് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അത് കണ്ടന്റ് ആവും. അതിനാണ് കണ്ടന്റ് എന്ന് പറഞ്ഞത്. നമ്മളെ കഴിവ് എന്താണ്, നമ്മളെ സ്കിൽ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ അതൊരു കഴിവാവുള്ളൂ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും അത് കഴിവ് തന്നെയാണ്. കാരണം മറ്റുള്ളവരെ പറ്റിയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനും, അത് പഠിച്ചിട്ട് എന്ത് പറയണമെന്നും പഠിക്കാനും, അതിനെപ്പറ്റി വേറൊരു വീഡിയോസ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാനും ഒക്കെ തന്നെ അതൊരു പണി തന്നെയാണ് അല്ലേ. അപ്പൊ ഞാന് ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇതുപോലുള്ള ആൾക്കാർ കുറെ ഉണ്ട്. ചാനലുകൾ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അവർക്ക് എന്ത് ഇടണം ഏത് ഇടണം എന്ന് ഒരു പിടുത്തം കിട്ടാൻ നോക്കും. എന്നിട്ട് എന്തായിട്ടും കുറെ പോലെ കുറെ പ്രൈവറ്റ് പാർട്സ് കാണിച്ചിട്ട് കുറെ, അതല്ലാതെ കുറെ പിന്നെ ഇതേപോലെ തെറി വിളിക്കുക. എന്നിട്ട് അവർക്ക് അതൊരു അലങ്കാരമായിട്ട് അവർ കൊണ്ടുനടക്കാം. കുറെ മാറ്റങ്ങൾ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും വേണ്ടിയില്ല, ആ ഒരു മാറ്റങ്ങൾ നല്ലതിനാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന. കാരണം ഇനി വരുന്ന തലമുറകൾ ഇതൊക്കെ കണ്ടിട്ട് ഇത് കീറുന്നുണ്ടില്ലേ, ആ എത്ര ഒരു വരുമാനം ഉണ്ടാവും പഠിച്ചോനെ, ഇതുപോലെ ഞമ്മക്കൊന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഈ റോങ് ആയിട്ടുള്ള നിങ്ങളൊന്ന് നോക്കാണേ, ഇങ്ങനെ ഒരു സീന് കാണിച്ചിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടിട്ട് ഏതോ ഒരുത്തനായിട്ടുള്ള അഫയർ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാം. 5 മക്കളെ തള്ള ബെഡ്റൂമിൽ ഇരുന്നിട്ട്, എന്നിട്ട് അത് വീഡിയോ ആക്കിയിട്ട് സോങ്ങോടുകൂടെ ഇടാം. എന്നിട്ട് അത് എൻജോയ് ചെയ്തിട്ട് കണ്ടുകൊണ്ട് രസിച്ചിരിക്കാൻ കുറച്ച് ആൾക്കാർ, എന്നിട്ട് അതിന് ഒത്താശ പറയാൻ വേറെ കുറെ ആൾക്കാർ. ഇത് കണ്ടിട്ട് വളരുന്ന കുറച്ച് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുണ്ടാവും. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ആണിനെ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികളാണുള്ളത്. ഇപ്പം കല്യാണം കഴിച്ചത് വരെ മാറ്റിയിട്ട് ഭർത്താവും വേണ്ട ഞാൻ വേറൊരു പെണ്ണിന്റെ ഒപ്പം ജീവിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നടക്കുന്ന അങ്ങനെയുണ്ട്. അപ്പൊ ആ ഒരു ഇടയ്ക്കാണ് ഇങ്ങനെ ഇതൊരു ഫ്രീഡാണല്ലോ, ഇത് ഭയങ്കര ഒരു ഫ്രീഡാണല്ലോ, കുറെ പെരക്കാരായിട്ട് അടി വെച്ചാണ്ട് ഉമ്മാനും മറ്റുള്ളവരും അടി വെച്ചാണ്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആ മഹലും കൂടെ അറിയാത്ത കാരണമാണ് ഇതൊക്കെ. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീ എന്ത് ഫ്രീഡം നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ, മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇനി അവരുടെ രഹസ്യങ്ങളാണ്, രഹസ്യങ്ങളാക്കി വെക്കാനുള്ള പറഞ്ഞിട്ടുണ്ട്, അത് പരസ്യങ്ങളാക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഈ രഹസ്യങ്ങൾ മൊത്തം പരസ്യമാക്കിയിട്ട് നാട്ടുകാർ മുന്നിൽ കാണിക്കുമ്പോൾ അതിന് മറ്റുള്ളവർക്കും അതൊരു പ്രചോദനം കൊടുക്കുന്ന ഒരു ഇതാണ്. അതാണ് മെസ്സേജ്. ഇങ്ങനെയുള്ളതാണോ സംഭവങ്ങളാണോ പുറത്തേക്ക് വിട്ടുകൊടുക്കേണ്ടത്? ഇതിലെന്താ ഉള്ളത് നിങ്ങൾ പറ. അപ്പൊ അത് ഞാൻ പറയുമ്പോ ആരിഫ് അങ്ങനത്തോള്, ആരിഫ് ഇങ്ങനത്തോള്, എനിക്ക് വേറെ പണിയില്ല, ഇജ്ജാണ് അവളെ കുട്ടികളെ നോക്കണേ, ഇജ്ജാണ് അങ്ങണ്ടാക്കണേ ഇങ്ങണ്ടാക്കണേ. എടോ ഞങ്ങളൊക്കെ കുട്ടികളെ നോക്കിക്കുന്നേ. ഈ 5 എത്തിയമാക്കി തന്ന റബ്ബാണെങ്കിൽ ആ റബ്ബ് അന്നം കൊടുക്കും. മക്കളെ വായ കീറിയ പടച്ച റബ്ബാണെങ്കിൽ പടച്ച റബ്ബാണ് ഇസ്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇജ്ജും ഞാനോ മറ്റുള്ളവരൊന്നല്ല. അതൊക്കെ തോന്നലാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്തിയമക്കൾ ഉണ്ടായില്ല, ആ എത്തിയമക്കളെ വീട്ടിൽ ഒരാളും പണിക്ക് പോകണമെന്നില്ല. ഭാര്യക്കും അല്ല ഭാര്യക്ക് പണിക്ക് പോകണമെന്നില്ല, വീട്ടിലുള്ളവർക്കും കൊശിയാണ് ചുരുക്കം പറഞ്ഞാല്. കാരണം എന്താ വെച്ചാല് മഹലിന്റെ പുറത്തൊന്നും അവർക്കുള്ള സാധനങ്ങൾ എത്തും, അവർക്കുള്ള പുസ്തകങ്ങൾ എത്തും. ഒരു കുട്ടിയും വിഷമം പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ പുസ്തകം ഇല്ലാഞ്ഞിട്ട് പഠിക്കാതിരിക്കേ, അല്ലെങ്കിൽ യൂണിഫോം ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ പോവാതിരിക്കേ, അല്ലെങ്കിൽ വസ്ത്രം ഇല്ലാഞ്ഞിട്ട് പെരുന്നാൾ ആഘോഷിക്കാതിരിക്കുക, അങ്ങനെ ഒന്നും ഒരു എത്തിയും ഇവിടെ ഞങ്ങളെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല് തിരൂർ ഏരിയ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് തന്നെ പറയാം ചുരുക്കം പറഞ്ഞാൽ. അങ്ങനെയുള്ളതൊന്നും എവിടെയും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടെ അങ്ങനെ പലതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അവിടെയും അങ്ങനെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും സഹായിച്ചിരുന്നു, പക്ഷെ നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ജീവിത രീതിയും കൂടെ കൂട്ടിക്കുഴച്ച് പോയപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതാവുമ്പോൾ ആൾക്കാർ തരുന്നതും പിൻവലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. കാരണം എത്തിമക്കളുടെ പേരിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ അർഹതപ്പെട്ട ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. അത് എത്തീം എന്നാണ് എങ്കിൽ പോലും ആ സാധനം വാങ്ങുമ്പോൾ ഞമ്മക്കുണ്ട് ബിസ്മി ചൊല്ലി വാങ്ങാനും ദ്വാ ചെയ്യാനും നമ്മൾ അതിൻ്റെതായ ചിട്ടപ്പെട്ട ജീവിക്കും വേണം. അവർക്കും അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ. അപ്പൊ ആ രീതിക്കനുസരിച്ച് നമ്മൾ നിൽക്കണം. എത്തിമക്കൾ നേരെ മത്തന്ത്യോളി എത്തിമക്കളെ നോക്കുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ അവരെ പിന്നാലെ നടന്നിട്ട് അവരെ നോക്കണമെന്ന് ആവശ്യം വരുന്നില്ല. അവർക്കുള്ള റിസ്ക് ഇപ്പൊ യൂട്യൂബിൽ കൂടെ തന്നെ കിട്ടണമെന്നില്ല, അതൊക്കെ കിട്ടും. അത് നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും. പക്ഷെ ഇത് കിട്ടി ഇനിയിപ്പോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ
കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ തെറി വിളിച്ചിട്ടും മറ്റുള്ള രീതിയിലാക്കിയിട്ട് നമ്മൾ വരുമാനം മേടിക്കാൻ നോക്കുമ്പോൾ ഈ ഇതേപോലുള്ള അഫയർ ഒക്കെ ഇട്ടിട്ടാണ് അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഈ അഫയർ ഒക്കെ പുറത്തേക്ക് വിടുന്നത്. അത്രയും ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഞാൻ ഇന്നാണ് ഇന്നാണ്. അത് അഹങ്കാരത്തിന് ഹുങ്ക് വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് അങ്ങനെ വിടാൻ തോന്നുന്നത്. ഞങ്ങളാരും ഭർത്താക്കന്മാരൊപ്പം ഇരിക്കണം ഇതാക്കണം നിൽക്കണമെന്നില്ലേ? ഞങ്ങൾക്ക് അങ്ങനത്തെ സീനൊക്കെ എടുത്ത് കണ്ടിടുന്നുണ്ടോ? ഞങ്ങൾ ഇട്ടാലും ഞങ്ങൾ ഭർത്താക്കന്മാരാണെന്ന് ഞങ്ങൾക്ക് പറയാലോ, നാട്ടുകാർക്ക് അറിയാലോ, വീട്ടുകാർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഇത് വീട്ടുകാർക്കും അറിയില്ല ഇത് ആരാണെന്നുള്ളത്, നാട്ടുകാർക്കും അറിയില്ല, എല്ലാവർക്കും അറിയാതെ ഇങ്ങനെയുള്ള ഒരു ഹലാലായ ബന്ധമല്ലാന്ന്. അപ്പൊ അത് പബ്ലിക് ആക്കുമ്പോ അതിന് ഒരാൾക്കൊന്നും ഉണ്ടാനും പറയാനൊന്നും ഉണ്ടാവില്ലേ? അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോ ആ പറഞ്ഞ ആളെ പിടിച്ചിട്ട് അടിച്ചമർത്തലാണ് നിങ്ങൾക്ക് ചെയ്യല് ആണോ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിച്ചു പോയതാണ്. ഒരു പുതിയ ഒരു കാട്ടിക്കൂട്ടല്. എന്താണ് ഇതുകൊണ്ട് മെസ്സേജ് കിട്ടണമെന്ന് ആർക്കും അറിയില്ല. വേറെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ വേറെ ഉണ്ടാതിരുന്നൂടെ? വേറെ എന്തെല്ലാം കണ്ടിട്ടുണ്ട്? ഒന്നിലും ഫുഡ് ഉണ്ടാക്കുന്നത് വല്ല വേറെ എന്തെങ്കിലും കാണിച്ചൂടെ? എല്ലാം അവനാണ് ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട് തന്നെ, അതിനെപ്പറ്റി കാണിച്ചൂടെ? അതൊക്കെ പറഞ്ഞാലും ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ കൂടെ ഇതൊക്കെ നമ്മളെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞേന്നുള്ളൂ കേട്ടാ. ഞാൻ അത് ഇത് പറഞ്ഞപ്പോ ഞാൻ അതില് വീഡിയോയിൽ കൊള്ളാത്ത കാരണം ഞാൻ കൂടുതലായി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.